എല്ലാവർക്കും നമസ്കാരം. MBA ക്ലൗഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അക്കൗണ്ടിങ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അക്കൗണ്ടിങ്ങിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള ഡെഫിനിഷൻസും അതുപോലെ തന്നെ കോൺസെപ്റ്റ്സും കൺവെൻഷൻസും ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ വൺ ബൈ വൺ ആയിട്ട് നമുക്ക് പോകാം. അപ്പോൾ വളരെ ബേസിക് ആയിട്ട് എല്ലാവരും മിനിമം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് അക്കൗണ്ടിങ്ങിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ തിയറി സൈഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡെഫിനേഷൻ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിൽ ഒരുപാട് കാര്യങ്ങൾ, അതിന്റെ ഫീച്ചേഴ്സ്, ഒബ്ജക്റ്റീവ്സ് തുടങ്ങിയിട്ടുള്ള ഫങ്ഷൻസ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെഫിനേഷനാണ്, അത്യാവശ്യം എല്ലാവർക്കും അറിഞ്ഞിരിക്കേണ്ട ഒരു ഡെഫിനേഷൻ തന്നെയാണ് അക്കൗണ്ടിങ്ങിന്റെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. AICPയുടെ ഡെഫിനേഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അക്കൗണ്ടിങ് is the art of recording, classifying and summarizing in a significant manner and in terms of money transactions and events which are in part of at least of a financial character and interpreting the results thereof. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് വൺ ബൈ വൺ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വൺ ഈസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്. അപ്പം നമുക്ക് ഇവിടെ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളത് വൺ ബൈ വൺ ആയിട്ട് നമ്മൾ പറയാണ്. അപ്പം അക്കൗണ്ടിങ്ങിൽ നമ്മൾ ഇവിടെ ആദ്യം ചെയ്യേണ്ടത് റെക്കോർഡിംഗ് ആണ്. അപ്പോൾ ബുക്ക് കീപ്പിംഗ് അല്ലെങ്കിൽ ജേണൽ എന്ന് പറയുന്ന ഒരു ഫേസ് ആണ് നമുക്ക് ആദ്യം വരുന്നത്. അപ്പോൾ എങ്ങനെയുള്ള കാര്യങ്ങളാണ് റെക്കോർഡ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മളിവിടെ ലാസ്റ്റ് പറയുന്നത് ഓഫ് എ ഫൈനാൻഷ്യൽ ക്യാരക്ടർ, അതായത് മോണിറ്ററി ടേംസിലുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ നോൺ മോണിറ്ററി ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ഒന്നും നമ്മൾ അക്കൗണ്ടിങ്ങിൽ എടുക്കില്ല. എന്നതിന് ശേഷം വാട്ട് വി വിൽ ബി ഡൂയിങ് ഈസ് ആഫ്റ്റർ റെക്കോർഡിംഗ് വി ഹാവ് ടു ക്ലാസിഫയിങ് ആണ് രണ്ടാമത്തെ സ്റ്റേജിലേക്ക് വരുന്നത്. അപ്പൊ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത്? സിമിലർ നേച്ചറിലുള്ള ട്രാൻസാക്ഷൻസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരേ രീതിയിലേക്ക് ഒരേ അക്കൗണ്ടിലേക്ക് മാറ്റുന്നു. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് ക്യാഷ് ട്രാൻസാക്ഷൻസ് ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ ക്യാഷ് അക്കൗണ്ടിലേക്ക് മാറ്റുന്നു. അതുപോലെ തന്നെ പർച്ചേസസ് ആണെങ്കിൽ പർച്ചേസസ് അക്കൗണ്ട്സ് ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ മാറ്റുന്നു. അങ്ങനെ ഓരോ ട്രാൻസാക്ഷൻസ് സിമിലർ ആയിട്ടുള്ള വരുന്ന കാര്യങ്ങൾ സെപ്പറേറ്റ് മാറ്റുന്നു. അതാണ് രണ്ടാമത്തെ ഫേസ് അക്കൗണ്ടിങ്ങിൽ വരുന്നത്. അത് നമ്മൾ നോർമലി ചെയ്യുന്നത് ലെഡ്ജറിലാണ്. അപ്പോൾ ഫസ്റ്റ് റെക്കോർഡിംഗ് ഒക്കെ നമ്മൾ വരുന്നത് ജേണലിലാണ് വരിക. രണ്ടാമത്തെ കേസ് ക്ലാസിഫയിങ് വരുന്നത് നമ്മൾ ലെഡ്ജറിലാണ്. ദെൻ ഈ ലെഡ്ജർ എല്ലാം നമ്മൾ ബാലൻസ് ചെയ്യും. എന്താണ് ജേണൽ, എന്താണ് ലെഡ്ജർ, അത് എങ്ങനെ ചെയ്യണം എന്നുള്ളതെല്ലാം നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ജസ്റ്റ് കോമൺ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ഉണ്ടെന്ന് ഓർത്തു വെക്കാം. ദെൻ ആഫ്റ്റർ ദാറ്റ് വാട്ട് വി ഹാവ് ടു ഡു ഈസ് സമ്മറൈസിങ് ആണ് നമുക്ക് നെക്സ്റ്റ് സ്റ്റേജ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ സിമിലർ ട്രാൻസാക്ഷൻസ് എല്ലാം നമ്മൾ ക്ലാസിഫൈ ചെയ്തതിന് ശേഷം അതിൻ്റെ എല്ലാം ബാലൻസസ് എല്ലാം എടുത്തിട്ട് നമ്മൾ വേറൊരു സെപ്പറേറ്റ് സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യും ആസ് എ സമ്മറി. അതിനെ നമ്മൾ പറയുന്നത് ട്രയൽ ബാലൻസ് എന്നാണ്. അതാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത് ഇൻ എ സിഗ്നിഫിക്കൻറ്റ് മാനർ, സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ആൻഡ് ഇൻ ടേംസ് ഓഫ് മണി, അതായത് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഫൈനാൻഷ്യൽ ക്യാരക്ടറിലുള്ള കാര്യങ്ങളാണ്, അതായത് മോണിറ്ററി ടേംസിലുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ വി ഹാവ് ടു ഇന്റർപ്രറ്റ് ദ റിസൾട്ട്. ഇന്റർപ്രിട്ടേഷൻ നടക്കുന്നത് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസിലാണ്. അതെന്താണ്, എങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെ നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. കാരണം ഈ കിട്ടിയ റിസൾട്ട്, ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്കൊരു കമ്പനി പ്രോഫിറ്റിലാണ് അല്ലെങ്കിൽ ലോസിലാണ്, അപ്പൊ നമുക്ക് ആവശ്യമുള്ള പ്രോഫിറ്റിൽ എത്തിയോ ഈ കമ്പനി, അത് ഈ പ്രോഫിറ്റ് പോരെ അല്ലെങ്കിൽ ഇനി കൂടുതൽ പ്രോഫിറ്റ് അച്ചീവ് ചെയ്യേണ്ടതായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അനാലിസിസിലൂടെ ഇന്റർപ്രിട്ടേഷൻ ഒക്കെ നമ്മൾ അവിടെ ചെയ്യുന്നത്. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെഫിനിഷനാണ് അക്കൗണ്ടിങ്ങിന്റെ. ആഫ്റ്റർ ദിസ് റിസൾട്ട് എല്ലാം നമുക്ക് കിട്ടിയ ശേഷം ദിസ് ഹാവ് ടു ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദി യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ്. നമ്മൾ അക്കൗണ്ടിങ്ങിന്റെ യൂസേഴ്സിന് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. സ്റ്റേക്ക് ഹോൾഡേഴ്സിന്, കമ്പനിയുമായി ബന്ധമുള്ള എല്ലാവർക്കും ഈ ഒരു കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്തു കൊടുക്കുകയും വേണം. ഓക്കെ, സോ ഹോപ്പ് എവരിവൺ ഈസ് ക്ലിയർ വിത്ത് ദ ഡെഫിനിഷൻ. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് അക്കൗണ്ടിങ്ങിന്റെ പ്രിൻസിപ്പിൾസ് ആണ്. നോർമലി നമ്മൾ പറയാറ് ഗ്യാപ്പ് എന്ന് പറയും, ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്നുള്ള രീതിയിൽ പറയാറുണ്ട്. ഇപ്പോൾ ഓരോ രാജ്യങ്ങളിലും ഓരോ രീതിയിലുള്ള ഗ്യാപ്പുകളാണ് നമ്മൾ കാണാറ്. ഇപ്പോൾ US വേറെ സെപ്പറേറ്റ് ആണ്, UK സെപ്പറേറ്റ് ആണ്. നമ്മളിപ്പോൾ ഇന്ത്യൻ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആണ് നോർമലി പറയുന്നത്. ജനറലി നമ്മൾ പറയാറ് അക്കൗണ്ടിങ് ഈസ് എ ലാംഗ്വേജ് ഓഫ് ബിസിനസ്. അപ്പോൾ നമ്മളിത് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഓരോരുത്തരും ഓരോ രീതിയിലാണ് റെക്കോർഡ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ്, റൈറ്റ്? അതായത് നമുക്കിത് മനസ്സിലാക്കി എടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമ്മൾ നമ്മളുടേതായിട്ടുള്ള ഇഷ്ടത്തിനായിരിക്കും റെക്കോർഡ് ചെയ്യാം. സോ ജനറലി എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിൽ, യൂണിവേഴ്സിറ്റി അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള പ്രിൻസിപ്പിൾസ് ഉണ്ട് അക്കൗണ്ടിങ്ങിന്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം നമ്മൾ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അപ്പം ദീസ് പ്രിൻസിപ്പിൾസ്, അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്, നോർമലി ഇതിന്റെ ഒരു സർട്ടൻ റൂൾസും പ്രൊസീജിയേഴ്സ് ഒക്കെയാണ് ഇതിനകത്ത് വരുന്നത്. ദാറ്റ് ക്യാൻ ബി
ഡിവൈഡഡ് ഇൻ ടു 2. അത് നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് അക്കൗണ്ടിങ് കോൺസെപ്റ്റുകളായിട്ടും ദെൻ നെക്സ്റ്റ് വൺ ഈസ് അക്കൗണ്ടിങ് കൺവെൻഷൻസ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 1 by 1 ആയിട്ട് നമുക്ക് പോവാം. നെക്സ്റ്റ് ഈസ് അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ്. അപ്പോൾ അക്കൗണ്ടിങ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് അക്കൗണ്ട്സിൽ നമ്മൾ നിർബന്ധമായും വെനെവർ വി ആർ പ്രിപ്പയറിംഗ് അക്കൗണ്ട്സ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഇത് നിർബന്ധമായും ഫോളോ ചെയ്യേണ്ട സർട്ടൻ റൂൾസിനെയാണ് അക്കൗണ്ടിങ് കോൺസെപ്റ്റുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ കോൺസെപ്റ്റ് പറയുന്നത് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് അല്ലെങ്കിൽ സെപ്പറേറ്റ് എൻറ്റിറ്റി കോൺസെപ്റ്റ് അല്ലെങ്കിൽ എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇത് പ്രകാരം നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കോൺസെപ്റ്റാണിത്. നമ്മൾ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇപ്പം നമ്മളാണ് ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഇവിടെ നമ്മളുടെ അക്കൗണ്ട്സിൽ എങ്ങനെയാണ് കോൺസെപ്റ്റ് വരുന്നത്? ഓണർ ബിസിനസ്സും രണ്ടും രണ്ടായിട്ടാണ് അക്കൗണ്ട്സിൽ ട്രീറ്റ് ചെയ്യുന്നത്. ഓണർ വേറെയാണ്, ബിസിനസ് വേറെയാണ്. അപ്പൊ നമ്മൾ ഒരു ബിസിനസ്സിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പൊ ഞാനൊരു സ്വന്തമായിട്ട് ഒരു ബിസിനസ് തുടങ്ങുകയാണെന്ന് വിചാരിക്കാം. അപ്പൊ ഞാൻ ഈ ഒരു ബിസിനസ്സിലേക്ക് എന്ത് ചെയ്യും? ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യും. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? കുറച്ച് മൂലധനമൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ കുറച്ച് ക്യാഷ് ആയിട്ടോ അല്ലെങ്കിൽ സാധനങ്ങളായിട്ടൊക്കെ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാം. അപ്പോൾ ആസ് ആൻ ഓണർ ഞാൻ എന്ത് ചെയ്യാണ്? ഈ ബിസിനസ്സിലേക്ക് കുറച്ച് സാധനങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യാം. അപ്പൊ അക്കൗണ്ട്സിൽ രേഖപ്പെടുത്തുന്നത് ഇവിടെ എന്താണ്? ഓണറെ സെപ്പറേറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. അപ്പൊ ഓണർ എന്ത് ചെയ്യുന്നു? സം എമൗണ്ട് എന്താണ്? ഓണർ കോൺട്രിബ്യൂട്ട് ചെയ്യാണ്, ബിസിനസ്സിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണം. അപ്പൊ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഓണർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതുകൊണ്ട് ബിസിനസ്സിന് ഒരു ബാധ്യതയുണ്ട്, ഓണറിന് ഇത് തിരിച്ചു കൊടുക്കാനുള്ള ഒരു ബാധ്യതയുണ്ട്. അപ്പൊ ഈ ഒരു കോൺസെപ്റ്റ് പ്രകാരം അവിടെ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ബിസിനസ്സിൽ എപ്പോഴും ഒരു ലയബിലിറ്റി, ഒരു ബാധ്യതയായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ കോൺസെപ്റ്റ് നമ്മൾ എന്തിനാണ് ഈ കോൺസെപ്റ്റുകളൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ച് റൂൾസ് ഉണ്ട്. അപ്പൊ ഈ റൂളുകളൊക്കെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അക്കൗണ്ട്സ് ആദ്യം പ്രിപ്പയർ ചെയ്യുന്നത് അറിഞ്ഞിരിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ കോൺസെപ്റ്റുകളൊക്കെ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ ആദ്യം പറഞ്ഞ പ്രിൻസിപ്പിൾ പ്രകാരം ഇവിടെ നമ്മൾ ബിസിനസ് സെപ്പറേറ്റ് എൻറ്റിറ്റി കോൺസെപ്റ്റിൽ പറയുന്നത് ഓണർ വേറെയാണ്, ബിസിനസ് വേറെയാണ്. രണ്ടിനും സ്വന്തമായിട്ടുള്ള ഒരു നിലനിൽപ്പുണ്ട്. ബിസിനസ്സിന് ആസ് പെർ അക്കൗണ്ട്സ് എന്താണ്? സ്വന്തമായിട്ട് ഒരു നിലനിൽപ്പുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ കോൺസെപ്റ്റിൽ വരുന്നത്. Now the second concept is going concern concept. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ നാളെ ഒരു ബിസിനസ് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അടച്ചുപൂട്ടി പോവുക എന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ടല്ല നമ്മൾ ബിസിനസ് റൺ ചെയ്യുന്നത്. ഇറ്റ് വിൽ ബി ഫോർ ലോങ് പീരീഡ്. അതായത് നമ്മളൊരു ഒരുപാട് വർഷങ്ങളിലേക്കാണ് നമ്മൾ ഒരു അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ വേണം നമ്മൾ അക്കൗണ്ട്സ് ഒക്കെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നാളെ തന്നെ അല്ലെങ്കിൽ കുറച്ച് കാലത്തേക്ക് ആണ് ഈ ബിസിനസ് റൺ ചെയ്യണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാവാൻ പാടില്ല ഒരിക്കലും അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ആൻഡ് ദ തേർഡ് വൺ വിച്ച് നമ്മൾ അത് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള പോയിന്റ് ആണ് മണി മെഷർമെന്റ് കോൺസെപ്റ്റ്. അപ്പൊ നമ്മൾ അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യണം, ഡെഫിനിഷനിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അത് മോണിറ്ററി ടേംസിലായിരിക്കണം റെക്കോർഡ് ചെയ്യേണ്ടത്. നോൺ മോണിറ്ററി ട്രാൻസാക്ഷൻസ് ഒന്നും നമ്മളിവിടെ അക്കൗണ്ട്സിൽ എടുക്കില്ല. ക്വാളിറ്റി സൈഡ് ഒന്നും നമ്മൾ അക്കൗണ്ട്സിലേക്ക് എടുക്കില്ല. മെഷറബിൾ ആയിട്ടുള്ള ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്റ്റുകൾ മാത്രമേ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യൂ. ആൻഡ് ദ നെക്സ്റ്റ് കോൺസെപ്റ്റ് ഈസ് കോസ്റ്റ് കോൺസെപ്റ്റ്. കോസ്റ്റ് കോൺസെപ്റ്റിൽ പറയുന്നത് നമ്മൾ അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ബിസിനസ് നമ്മൾ ഏതെങ്കിലും ഒരു അസറ്റ് അക്വയർ ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് എത്ര രൂപയാണോ നമ്മൾക്ക് ആക്ച്വലി ചെലവായിട്ട് വന്നിട്ടുള്ളത് ആ ഒരു എമൗണ്ട് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? റെക്കോർഡ് ചെയ്യേണ്ടത്. ചിലപ്പോൾ അതിന്റെ മാർക്കറ്റ് പ്രൈസ് ഡിഫറെന്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു 10,000 റുപ്പീസിന്റെ ഒരു ഐറ്റം ചിലപ്പോൾ നമുക്ക് കിട്ടുന്നത് 6,000 റുപ്പീസിനായിരിക്കും. അപ്പൊ എത്ര രൂപയാണോ നമ്മളുടെ ഫേം ഇൻകർ ചെയ്തിട്ടുള്ളത് ആ ഒരു എമൗണ്ടിലായിരിക്കണം നമ്മൾ അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യേണ്ടത്. ഈ കോൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളൊരു മെഷീനറി അക്വയർ ചെയ്യുന്ന സമയത്ത് ഫോർ എക്സാമ്പിൾ ഒരു 50,000 റുപ്പീസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നു? സ്പെൻഡ് ചെയ്യുന്നു വിചാരിക്കാം. അപ്പോൾ കോസ്റ്റ് കോൺസെപ്റ്റ് പ്രകാരം നമ്മൾ 50,000 എഴുതി. പക്ഷെ അങ്ങനെ എഴുതിയാൽ പോലും നമ്മൾ ഇനി വരുന്ന വർഷങ്ങളിലേക്ക് ചിലപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ബൈ യൂസിങ് ദിസ് മെഷീനറി എന്താണ് അതിന്റെ വാല്യൂ കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ആ ഒരു ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞൊരു കാര്യം മൈനസ് ചെയ്തിട്ട് കൂടെ നമ്മൾ ആക്ച്വലി എഴുതേണ്ടതായിട്ടുണ്ട്. അപ്പൊ കോസ്റ്റ് കോൺസെപ്റ്റ് പറയുന്ന സമയത്ത് നമ്മൾ ആക്ച്വൽ കോസ്റ്റ് എത്രയാണോ അതിൽ തന്നെയാണ് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഫിക്സ്ഡ് അസറ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഡിപ്രിസിയേഷൻ ഉണ്ടെങ്കിൽ അതുകൂടെ ഡിഡക്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ അവിടെ എഴുതാൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഡുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ആണ്. അക്കൗണ്ട്സിൽ നമുക്ക് സിംഗിൾ എൻട്രി ഉണ്ട്, ഡബിൾ എൻട്രി ഉണ്ട്.
നമ്മൾ ഫോളോ ചെയ്യുന്ന ഡബിൾ എൻട്രി സിസ്റ്റമാണ്. ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് വെച്ചാൽ നമ്മൾ ഏതൊരു ട്രാൻസാക്ഷൻ എടുത്തോളൂ ആ ഒരു ട്രാൻസാക്ഷന് അവിടെ രണ്ട് എഫക്റ്റ് ഉണ്ട്, ഡുവൽ ആസ്പെക്ട് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ അക്കൗണ്ട്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്താ പറയുക, ഏതൊരു ട്രാൻസാക്ഷൻ, ഇപ്പൊ നമ്മളൊരു സാലറി കൊടുത്തു എന്ന് വിചാരിക്കാം. അപ്പൊ സാലറി എന്ന് പറയുന്നത് ഒരു ഫേമിനെ സംബന്ധിച്ചിടത്തോളം അപ്പൊ എങ്ങനെയാണ് ഓരോ ട്രാൻസാക്ഷൻ നമ്മൾ എങ്ങനെയാണ് രണ്ട് ആസ്പെക്റ്റിൽ എഴുതുന്നത് എന്നുള്ളതാണ്. അപ്പൊ സാലറി കൊടുക്കുക. അപ്പൊ സാലറി എന്ന് പറയുന്നത് ഒരു ഫേമിനെ സംബന്ധിച്ചിടത്തോളം എക്സ്പെൻസ് ആണ്. കൊടുക്കുന്നത് എങ്ങനെയാണ്, ക്യാഷ് ആയിട്ടാണ് കൊടുക്കുന്നത്. ക്യാഷ് എന്ന് പറയുന്നത് ഒരു അസറ്റ് ആണ്. അപ്പൊ ഇവിടെ എന്താണ്, എക്സ്പെൻസ് എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റും വരുന്നുണ്ട്, ക്യാഷ് എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റും വരുന്നുണ്ട്. അപ്പൊ അവിടെ നമുക്ക് എന്താണ്, അവിടെ ഒരു ചെലവ് വരുന്നു, അതുപോലെ തന്നെ നമ്മുടെ ക്യാഷ് പോകുന്നു എന്നുള്ള രീതിയിലുള്ള ആസ്പെക്റ്റുകളാണ്. അപ്പൊ എന്തായിക്കോട്ടെ, ഇപ്പൊ ക്യാപിറ്റൽ എന്ന് പറയുന്നിടത്ത് നമ്മൾ ഡിസ്കസ് ചെയ്ത ക്യാപിറ്റൽ, ഓണർ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ക്യാഷ് ആയിട്ടാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ക്യാഷ് എന്ന് പറയുന്ന ഒരു അസറ്റ് ഫേമിനകത്തേക്ക് വരുന്നു. അതേപോലെ തന്നെ ഓണർ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു ലയബിലിറ്റി, ഒരു ബാധ്യതയാണ്, അതും നമുക്ക് വരുന്നുണ്ട്. അപ്പൊ രണ്ട് ആസ്പെക്ട് അവിടെ വരുന്നുണ്ട്. അപ്പൊ ഏതൊരു കാര്യവും നമ്മൾ ഒരു ഫിക്സഡ് അസറ്റ് നമ്മൾ വാങ്ങിക്കുകയാണ്. ഇപ്പൊ ഒരു മെഷീനറി വാങ്ങിക്കുന്നു, മെഷീനറി ഒരു അസറ്റ് ആണ്. മെഷീനറി എന്ത് വരുന്നു, നമ്മുടെ അകത്തേക്ക് വരുന്നു. പക്ഷെ മെഷീനറി വാങ്ങിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, ക്യാഷ് കൊടുക്കണം. അപ്പൊ ക്യാഷ് പുറത്തേക്ക് പോകുന്നു. അപ്പൊ ഏതൊരു ട്രാൻസാക്ഷൻ എടുത്താലും അതിന് രണ്ട് ആസ്പെക്റ്റുകൾ ഉണ്ട്. ആ ഒരു രണ്ട് ആസ്പെക്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അക്കൗണ്ട്സ് റെക്കോർഡ് ചെയ്യുന്നത്. അതിനെ നമ്മൾ ഡെബിറ്റ് ക്രെഡിറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ പറയും. അത് എങ്ങനെയാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ സർട്ടൻ റൂൾസ് ഉണ്ട്. അതൊക്കെ നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. Then the next concept is realization concept. റിയലൈസേഷൻ കോൺസെപ്റ്റിൽ പറയുന്നത് നമുക്ക് ഒരു ബിസിനസ് റൺ ചെയ്യുന്ന സമയത്ത് എപ്പോഴാണോ ആക്ച്വലി ഈ ഒരു റവന്യൂ റിയലൈസ് ചെയ്യുന്നത് ആ സമയത്ത് വേണം അക്കൗണ്ട്സിൽ നമ്മൾ റെക്കോർഡ് ചെയ്യാൻ എന്നുള്ളതാണ്. അവിടെ നമുക്ക് ക്യാഷ് കിട്ടിയോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആ ഒരു പർട്ടിക്കുലർ ട്രാൻസാക്ഷൻ നടക്കുന്നത് എപ്പോഴാണോ ആ ഒരു സമയത്ത് വേണം നമ്മൾ അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യാൻ. ചിലപ്പോൾ നമുക്ക് എന്തായിരിക്കും, ഒരു ഓർഡർ ആണ് കിട്ടുന്നത് വിചാരിക്കുക, ഇത്രയും ഗുഡ്സ് ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞൊരു ഓർഡർ കിട്ടിയ ഈ ഓർഡർ ഒന്നും നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓർഡർ കിട്ടിയ ശേഷം നമ്മൾ ഡെലിവറി ചെയ്യുന്ന സമയത്തായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അത് റെക്കോർഡ് ചെയ്യേണ്ടത്. അപ്പൊ ആക്ച്വൽ ആയിട്ടുള്ള ഒരു ട്രാൻസാക്ഷൻ എപ്പോഴാണോ നടക്കുന്നത്, റിയലൈസ് ചെയ്യുന്നത്, ആ ഒരു സമയത്ത് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, അക്കൗണ്ട്സ് റെക്കോർഡ് ചെയ്യാൻ എന്നുള്ളതാണ് റിയലൈസേഷൻ കോൺസെപ്റ്റിൽ പറയുന്നത്. Then the next concept is matching concept. ഇതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. അപ്പൊ നമുക്ക് ഇത് രണ്ടും ഞാൻ കമ്പൈൻ ചെയ്ത് പറയാം. മാച്ചിങ് കോൺസെപ്റ്റും ഉണ്ട്, അതുപോലെ തന്നെ അക്കൗണ്ടിങ് പീരീഡ് കോൺസെപ്റ്റും ഉണ്ട്. അപ്പൊ അക്കൗണ്ടിങ് പീരീഡ് കോൺസെപ്റ്റിൽ പറയുന്നത് നമ്മൾ ആ ഒരു അക്കൗണ്ട്സ് റെക്കോർഡ് ചെയ്യുമ്പോൾ ഒരു ടൈം ഇന്റർവെൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ നോർമലി ഇപ്പോൾ ഒരു 1 ഇയർ ആണെന്ന് വിചാരിക്കുക, 12 months. ഇപ്പോൾ നമ്മൾ ഫൈനാൻഷ്യൽ ഇയർ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ April 1 മുതൽ March 31 വരെ, അതാണ് അക്കൗണ്ടിങ് പീരീഡ് ആയിട്ട് നമുക്ക് പറയുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ കലണ്ടർ ഇയർ ഫോളോ ചെയ്യുന്ന ആളുകളുണ്ടാവും. ഇപ്പൊ കലണ്ടർ ഇയർ ആണെങ്കിൽ എങ്ങനെയാണ്, January 1 മുതൽ December 31 വരെ. ഇപ്പൊ ഇവിടെ ഒരു അക്കൗണ്ടിങ് പീരീഡ് വേണമെന്നേ പറയുന്നുള്ളൂ. അക്കൗണ്ട്സ് റെക്കോർഡ് ചെയ്യുമ്പോൾ ഒരു പീരീഡ് വേണമെന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ഇതിപ്പോ ആനുവൽ റിപ്പോർട്ടുകളാണെങ്കിൽ, അല്ലെങ്കിൽ ക്വാർട്ടർലി റിപ്പോർട്ടുകളാണെങ്കിൽ, ഇപ്പൊ നമുക്കിപ്പോ ജനുവരി മുതൽ മാർച്ച് വരെ, അപ്പൊ ഒരു 3 മാസത്തെ റിപ്പോർട്ട്, അല്ലെങ്കിൽ ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള ഒരു റിപ്പോർട്ട്. അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാം. അപ്പൊ ഒരു പീരീഡ് വേണം എന്നാണ് പറയുന്നത്. അപ്പൊ ഈ പീരീഡിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത്, അതാണ് അക്കൗണ്ടിങ് പീരീഡ് കോൺസെപ്റ്റ്. അപ്പൊ നമ്മൾ റെക്കോർഡ് ചെയ്യും, എല്ലാം നമുക്ക് വരുന്ന ചെലവുകളും വരവുകളും എല്ലാം നമ്മൾ അവിടെ റെക്കോർഡ് ചെയ്യും. റെക്കോർഡ് ചെയ്തതിന് ശേഷം നമ്മൾ ലാസ്റ്റ് ആ ഒരു പീരീഡിന്റെ അവസാനം വാട്ട് യു ഹാവ് ടു ഡു ഈസ് നമ്മൾ അത് മാച്ച് ചെയ്യണം. വരവ് എത്രയാണ്, ചെലവ് എത്രയാണ് എന്നതിന് ശേഷം നമുക്ക് എന്താണ്, വരവാണോ കൂടുതൽ ചെലവാണോ കൂടുതൽ എന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, നമ്മൾ അത് പ്രോഫിറ്റിലാണോ ലോസിലാണോ എന്ന് അസർട്ടൈൻ ചെയ്യാൻ. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, മാച്ചിങ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. സോ ഇവിടെ മാച്ച് ചെയ്യേണ്ടത് എന്തൊക്കെയാണ്, നമ്മുടെ വരവുകൾ എന്താണ്, നമ്മളുടെ ചെലവുകൾ എന്താണ് എന്നുള്ളത് ഓരോ പീരീഡ് കഴിയുന്ന സമയത്തും നമ്മൾ അത് മാച്ച് ചെയ്തിട്ട് അതിന്റെ ബാലൻസ് എമൗണ്ട് എത്രയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. സോ നമ്മൾ അക്കൗണ്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ലാസ്റ്റ് ബാലൻസ് ചെയ്യാറുണ്ട്. നമ്മളിപ്പോ എമൗണ്ടുകളൊക്കെ കാൽക്കുലേറ്റ് ചെയ്യും. കാൽക്കുലേറ്റ് ചെയ്ത് രണ്ട് സൈഡും നമ്മൾ നോക്കും, ഏത് സൈഡാണോ ഏറ്റവും കൂടുതലുള്ള എമൗണ്ട് അത് നമ്മൾ രണ്ട് ഭാഗത്ത് എഴുതുകയും ബാക്കിയുള്ള എമൗണ്ട് ബാലൻസ് ആയിട്ട് എഴുതുകയും ചെയ്യുന്നുണ്ട്. അത് പ്രോബ്ലം വരുന്ന സമയത്ത് നമുക്ക് ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് അത് ഡിസ്കസ് ചെയ്യും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അക്കൗണ്ടിങ് കോൺസെപ്റ്റുകളിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അക്കൗണ്ടിങ് കൺവെൻഷൻസ് ആണ്.
കൺവെൻഷൻസിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ അക്കൗണ്ടിങ് കോൺസെപ്റ്റ് നിർബന്ധമായും ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളാണ്. കാരണം അതിന്റെ അടിസ്ഥാനത്തിൽ വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യേണ്ടത്. കൺവെൻഷൻസ് എന്ന് പറയുന്നത് നമ്മൾ ജനറലി ആ ഒരു ഇൻഡസ്ട്രിയിൽ ഫോളോ ചെയ്ത് വരുന്ന ട്രഡീഷനും കസ്റ്റംസ് ഒക്കെയാണ് നമ്മൾ വരുന്നത്, എല്ലാവരും ചെയ്യുന്ന ഒരു രീതിയാണ്. അപ്പൊ ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റി നമുക്ക് കിട്ടും അക്കൗണ്ട്സിന്. അപ്പോൾ ഇതുകൂടെ നമ്മൾ എന്ത് ചെയ്യണം, അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, ഇത് നിർബന്ധമായും ചെയ്യണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു പ്രത്യേകിച്ച് കമ്പൽഷൻ ഒന്നുമില്ല. പക്ഷെ എന്നിരുന്നാലും ഇത് ഫോളോ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കൺവെൻഷൻസ് ഫോളോ ചെയ്യണം എന്ന് പറയുന്നത്. അപ്പൊ അതിൽ ഫസ്റ്റ് വൺ കൺവെൻഷൻ ഓഫ് കൺസിസ്റ്റൻസി എന്ന് പറയും. അതായത് നമ്മൾ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ലാസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റിൽ പറയുന്നത് എന്താണ്, അക്കൗണ്ടിങ് പീരീഡ് കോൺസെപ്റ്റിൽ എന്താ പറഞ്ഞത്, അവിടെ ഒരു അക്കൗണ്ടിങ് പീരീഡ് വേണമെന്നേ പറയുന്നുള്ളൂ. ആ അക്കൗണ്ടിങ് പീരീഡ് ഏതാവണം എന്നുള്ളത് ഓരോരോ ഫേമിന് ഡിസൈഡ് ചെയ്യും. ഓക്കെ, അപ്പൊ ചിലപ്പോൾ ഫൈനാൻഷ്യൽ ഇയർ, ഇപ്പോൾ ആസ് പെർ സ്റ്റാറ്റ്യൂട്ട്, ഇപ്പൊ നിയമപരമായി പറയുകയാണെങ്കിൽ ഇന്ന വർഷങ്ങളിൽ ഇന്ന സ്റ്റേറ്റ്മെന്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് നിർബന്ധമായും ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഏപ്രിൽ, ഇപ്പൊ നമുക്ക് ടാക്സിന് വേണ്ടിയിട്ടൊക്കെ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്തായാലും ഫൈനാൻഷ്യൽ ഇയറിന്റെ അടിസ്ഥാനത്തിൽ വേണം പ്രിപ്പയർ ചെയ്യാൻ. അല്ലാത്ത പക്ഷം നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു അക്കൗണ്ടിങ് പീരീഡ്, ഇപ്പൊ മന്ത്ലി അക്കൗണ്ട്സ് ആണ് പ്രിപ്പയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ മന്ത്ലി അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുക. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഫൈനാൻഷ്യൽ ഇയറിന്റെ ബേസിലാണ്, അപ്പോൾ ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ പ്രിപ്പയർ ചെയ്യാം. അല്ലെങ്കിൽ ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെയാണെങ്കിൽ അങ്ങനെയും പ്രിപ്പയർ ചെയ്യാം. പക്ഷെ ഏത് രീതിയിലാണോ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് അത് എല്ലാ വർഷവും അത് തന്നെ ഫോളോ ചെയ്യാം. അല്ലെങ്കിൽ ഒരു വർഷം ഇത് നമ്മൾ ഫോളോ ചെയ്യുന്നു, അടുത്ത വർഷം വേറൊരെണ്ണം ഫോളോ ചെയ്യുമ്പോൾ അതെന്താണ്, കൺസിസ്റ്റൻസി ഇല്ലായ്മ അവിടെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് കമ്പാരിസനോ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരും. അതുകൊണ്ട് തന്നെ വെനെവർ യു ആർ പ്രിപ്പയറിങ് നമ്മൾ എന്താണ്, ഒരു സിസ്റ്റം തന്നെ ഫോളോ ചെയ്യാം. ഇതിപ്പോ പല കേസുകളിലും നമുക്ക് എടുക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. ഇപ്പൊ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് രീതിയിലൊക്കെ ചാർജ് ചെയ്യാൻ പറ്റും. കാരണം സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ്, റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് എന്നൊക്കെ പറഞ്ഞ കുറച്ച് കോൺസെപ്റ്റുകൾ ഉണ്ട്. അതിലേക്ക് പിന്നീട് പോകുന്നില്ല, ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകുന്നില്ല. അതെന്ന് വെച്ചാൽ അത് എങ്ങനെയാണോ നിങ്ങൾ ചാർജ് ചെയ്യുന്നത്, അത് ഒരു വർഷം നമ്മൾ ഇതാണ് ഒരു സിംഗിൾ നമ്മൾ എന്താണ് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ എല്ലാ വർഷവും അത് തന്നെ ഫോളോ ചെയ്യുക. അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ അത് തന്നെ എല്ലാ വർഷവും ഫോളോ ചെയ്യുക. അപ്പോൾ നമ്മൾ ഏതാണോ ഫോളോ ചെയ്യുന്നത് അത് കൺസിസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് കൺവെൻഷൻ ഓഫ് കൺസിസ്റ്റൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നൗ ദ സെക്കൻഡ് വൺ ഈസ് കൺസർവേറ്റിസം. കൺസർവേറ്റിസം കൺവെൻഷനിൽ പറയുന്നത് ഇത്രയേ ഉള്ളൂ, നമുക്ക് ഫ്യൂച്ചറിൽ വരാൻ സാധ്യതയുള്ള എല്ലാ ലോസസും നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്യണം, ബട്ട് നോട്ട് ദ പ്രോഫിറ്റ്. നമുക്ക് ചിലപ്പോൾ ഫ്യൂച്ചറിൽ കുറച്ച് പ്രോഫിറ്റുകളൊക്കെ വരണം എന്ന് നമ്മൾ വരാനുണ്ട് എന്ന് നമുക്ക് അറിയാം. പക്ഷെ അതൊന്നും നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ വരാൻ സാധ്യതയുള്ള നഷ്ടങ്ങളെ നമ്മൾ അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യണം. അത് നമ്മൾ പ്രൊവിഷൻ ആയിട്ടൊക്കെ ചെയ്യണം, റിസർവ് ആയിട്ടൊക്കെ മാറ്റി വെക്കാറുണ്ട്. ഇപ്പോൾ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് ആയിട്ടൊക്കെ നമ്മൾ അവിടെ മാറ്റി വെക്കുന്നത് വെച്ചാൽ നമുക്ക് ബാഡ് ഡെറ്റ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ മാറ്റി വെക്കുന്നതാണ്. സോ ദിസ് ഈസ് എ കൺവെൻഷൻ ഓഫ് പ്ലേയിങ് സേഫ്. കാരണം നഷ്ടസാധ്യതകൾ നമ്മൾ മുൻകൂട്ടി കണ്ടതിന് ശേഷം, പക്ഷെ ലാഭങ്ങളൊന്നും നമ്മൾ അവിടെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ആ ഒരു രീതിയിൽ ഫോളോ ചെയ്യുന്ന, റെക്കോർഡ് ചെയ്യുന്ന പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ കൺവെൻഷൻ ഓഫ് കൺസർവേറ്റിസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, കൺവെൻഷൻ ഓഫ് മെറ്റീരിയാലിറ്റി. അപ്പൊ മെറ്റീരിയാലിറ്റി പ്രിൻസിപ്പിൾ പറയുന്നത് നമ്മൾ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് റെലവെന്റ് ആയിട്ടുള്ള, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം അക്കൗണ്ട്സിൽ എടുത്താൽ മതി. കാര്യമായിട്ട് സിഗ്നിഫിക്കൻസ് ഇല്ലാത്ത കാര്യങ്ങളൊന്നും അക്കൗണ്ട്സിൽ എടുക്കാൻ പാടില്ല എന്നുള്ളതാണ് നോർമലി പറയാം. പക്ഷെ ഈ മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ് എന്ന് പറയുന്നത് വളരെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ ഇതിൽ ഏതാണ് മെറ്റീരിയൽ ഇമ്പോർട്ടൻസ് ഉള്ളത്, ഏതാണ് മെറ്റീരിയൽ ഇമ്പോർട്ടൻസ് ഇല്ലാത്തത് എന്ന് അക്കൗണ്ടന്റിന്റെ ഡിസ്ക്രിപ്ഷനാണ്. പക്ഷെ നമുക്ക് ജനറലി പറയാന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അഗെയിൻ ദ അക്കൗണ്ടന്റിന്റെ ഡിസ്ക്രിപ്ഷൻ ആണെന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും അക്കൗണ്ട്സിന് എഴുതാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് പ്രകാരം നമ്മുടെ ഒരു ബിസിനസ്, കാരണം ഓരോ ബിസിനസ്സിനും ഓരോ രീതിയിലായിരിക്കും റെലവൻസ് വരുന്നത്. ഒരേ ഐറ്റം തന്നെ ഒരു ബിസിനസ്സിന് വളരെ റെലവെന്റ് ആയിരിക്കും, വേറൊരു ബിസിനസ്സിന് റെലവൻസേ ഉണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ ഒരു സ്റ്റേഷനറി വാങ്ങിക്കുകയാണ്, ഇപ്പോൾ ഒരു പെന്ന് വാങ്ങിക്കുകയാണ്, ഇപ്പോൾ ഒരു 5 രൂപയുടെ പെൻ അല്ലെങ്കിൽ 10 രൂപയുടെ പെൻ. ഇത് നമുക്ക് ചിലവ് തന്നെയാണ്, അക്കൗണ്ട്സിനെ സംബന്ധിച്ചിടത്തോളം ചിലവ് തന്നെയാണ്. അല്ലെങ്കിൽ ഒരു സേഫ്റ്റി പിന്നോ അല്ലെങ്കിൽ വേറെ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ചിലവ്. അപ്പോൾ ഇത് ഓരോന്നിനും നമ്മൾ അക്കൗണ്ട്സിൽ സെപ്പറേറ്റ് റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ പെന്ന് വാങ്ങിക്കാൻ 10 രൂപ ചിലവായി, അല്ലെങ്കിൽ ഒരു സേഫ്റ്റി പിന്ന് വാങ്ങിക്കാൻ ഒരു 5 രൂപ ചിലവായി. അങ്ങനെ നമ്മൾ ഓരോന്ന് സെപ്പറേറ്റ്, ഇതെല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആസ് സ്റ്റേഷനറി എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം,
റെക്കോർഡ് ചെയ്യാം, അങ്ങനെയും ചെയ്യാം. അപ്പൊ നമുക്ക് ആ ഒരു മെറ്റീരിയൽ റെലവൻസ് എങ്ങനെയാണോ ഉള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, അക്കൗണ്ട്സ് റെക്കോർഡ് ചെയ്യാൻ. ആൻഡ് ദ ലാസ്റ്റ് കൺവെൻഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൺവെൻഷൻ ഓഫ് ഫുൾ ഡിസ്ക്ലോഷർ ആണ്. കൺവെൻഷൻ ഓഫ് ഫുൾ ഡിസ്ക്ലോഷറിൽ പറയുന്നത് നമ്മൾ അക്കൗണ്ട്സ് റെക്കോർഡ് ചെയ്യുമ്പോൾ വളരെ ഓണസ്റ്റ് ആയിട്ട് വേണം അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ. നമ്മൾ ഒരു കാര്യങ്ങളും ഹൈഡ് ചെയ്ത് വെക്കാൻ പറ്റില്ല. അതുമാത്രമല്ല നമുക്ക് ഇതിനകത്ത് തെറ്റായ കാര്യങ്ങളും നമ്മൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു ഫൈനാൻഷ്യൽ ഫ്രോഡുകൾ ഒരുപാട് നടക്കാറുണ്ട്. എസ്പെഷ്യലി ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ കേസുകളിലൊക്കെ അക്കൗണ്ട്സ് ഒക്കെ മാനിപ്പുലേറ്റ് ചെയ്ത് വിൻഡോ ഡ്രസ്സിംഗ് എന്നൊക്കെ പറയും. വളരെ മനോഹരമായിട്ടുള്ള ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ഓണസ്റ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് നമ്മളെ ബിസിനസിന്റെ ട്രൂ പിക്ചർ ആയിരിക്കണം ഈ അക്കൗണ്ട്സ് റിഫ്ലക്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം. ഐ ഹോപ്പ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കോൺസെപ്റ്റുകളെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ ലിസണിങ്.